അത് ഈ അനാഥരായ പിള്ളേരുടെ ഒരു ശീലകൽപ്പന. കൺമുന്നിൽ കണ്ട ഒരാളെ അമ്മയാണെന്നങ്ങ് സങ്കല്പിക്കും. എളുപ്പല്ലേ? അല്ല, ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര താല്പര്യം? ശ്യാമ യഥാർത്ഥത്തിൽ രാധികയുടെ അമ്മയാണെങ്കിലോ അങ്ങനെ സംഭവിച്ചൂടെ? കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലുണ്ടല്ലോ ചെറുക്ക, നീ അഴിയെണ്ണും കേട്ടാ. മുത്തശ്ശൊന്നും മിണ്ടാതിരിക്കേ. നീ ചുമ്മാതിരിക്കടി. എന്തോ ഇത് ശരത്തെ, മുത്തശ്ശി ഇനി ശ്രദ്ധിച്ചോളും കേട്ടോ. എടാ, നീ ഇത്ര ബുദ്ധിമുട്ടണ്ട. ഇവക്ക് വേണ്ടിയേ കുറച്ച് ബുദ്ധിമുട്ട് അനക്കുന്നതിനൊക്കെ അവകാശമുണ്ട്. കൊണ്ടുപോയി തിന്നതല്ലേടാ കോടികള്. സത്യം പറഞ്ഞ ഞാൻ പേടിച്ചുപോയി. ചെറിയമ്മയുടെ രീതികൾ കണ്ടപ്പോ രാധികയെ ചേർത്ത് പിടിച്ച് ഏത് നിമിഷവും ചെറിയമ്മ അത് പറഞ്ഞു പോവെന്നായിരുന്നു എന്റെ പേടി. ഞാനത് പറയേണ്ടതായിരുന്നില്ലേ മോളെ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നമ്മൾ പേടിക്കുന്ന പോലെ അവൾ എന്നെ നിഷേധിക്കില്ല. ആ കാര്യത്തിൽ എന്തുറപ്പാ ഉള്ളത്? ഇപ്പൊ രാധിക ശ്യാമയോട് കാണിച്ചത് അവള് കാലങ്ങളായി ആരാധിക്കുന്ന ഒരാളോടുള്ള അടുപ്പമല്ലേ? ഒപ്പം നിന്ന് പാടിയപ്പോ അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയല്ലേ? ഞാൻ എന്റെ ഗതികേടുകളെ കുറിച്ച് ആലോചിക്കായിരുന്നു മോളെ. ആരതി, മോള് നിത്യേന ഒരുപാട് പേരെ കാണുന്നതല്ലേ? സങ്കടങ്ങളും ആവലാതികളുമായിട്ട് വരുന്നവരെ. ഇത്തരൊരവസ്ഥയിൽ മോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മനസ്സ് നിറയെ സ്നേഹം കൊണ്ട് ആരാണെന്ന് വെളിപ്പെടുത്താതെ സ്വന്തം മോളുടെ മുമ്പിൽ നിൽക്കുന്നൊരമ്മയെക്കുറിച്ച്. ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബന്ധങ്ങൾ പരസ്പരം വിറങ്ങലിച്ച് നിൽക്കുന്ന പല നിമിഷങ്ങളും കോടതിക്ക് അകത്തും പുറത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കോടതിയിലെ നീതിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു നീതിയുണ്ട്. അത് സ്നേഹത്തിന്റെ ഭാഷയാ. അവസാന വിജയം അതിന് തന്നെയായിരിക്കും. എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് രാധിക എന്നും ഉറങ്ങില്ല. ഇന്ന് ചുറ്റും നിന്ന ആളുകളൊക്കെ ചെറിയമ്മയ്ക്കും അവൾക്കും ചുറ്റും നിന്ന് അവൾ കേൾക്കിയ സംസാരിച്ചത് അവള് ശ്യാമാമേടത്തിന്റെ മകള് തന്നെയാണെന്ന്. അത് അങ്ങനെ അവളുടെ മനസ്സിൽ നിന്നും ഒഴുകി പോവൂ. അവള് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും അത് സത്യമാണെന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വരും. അവൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരങ്ങൾ അവള് തന്നെ കണ്ടെത്തും. അങ്ങനെ അവള് അതിനോട് പൊരുത്തപ്പെടും. നിങ്ങൾ പറയുന്ന പോലെ സ്വപ്നങ്ങൾ കണ്ടിരിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ കാത്തിരുന്ന സ്വപ്നങ്ങളൊക്കെ എന്നെ പേടിപ്പിച്ചിട്ടേ ഉള്ളൂ, എല്ലാ കാലത്തും. ശ്യാമേ, നമ്മൾ നടന്നു വന്ന വഴികളൊന്നും മറക്കരുത്. ഈ മോളെ കാണാൻ വേണ്ടിയാ ഒരുപാട് നാടുകൾ നമ്മൾ സഞ്ചരിച്ചത്. ഇവളുണ്ടോന്നറിയാൻ വേണ്ടിയാ ഒരുപാട് അനാഥാലയങ്ങൾ നമ്മൾ കയറി ഇറങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം എല്ലാം കൈവിട്ടു പോയി, ഇനി ഒരു കാഴ്ച ഉണ്ടാവില്ല എന്ന് ശ്യാമ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറികടന്നില്ലേ? മോളെ കണ്ടില്ലേ? മോള് വന്ന് കൂടെ നിന്നില്ലേ? ഇവിടെ വരെ എത്തിയില്ലേ? ഇനി എന്തിന് അവസാന നിമിഷത്തിൽ സംശയം? ചെറിയമ്മേ, അവൾക്ക് അവളുടെ അമ്മയെ വേണമെന്നൊരു തോന്നലുണ്ടാവുമ്പോ അവള് വരും. ചെറിയമ്മ തിരക്കി വരും. അവള് ചോദിക്കും ചെറിയമ്മയോട്, എന്റെ അമ്മയാണോന്ന്. ആ ഒരു നിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാ. നമുക്ക് കാത്തിരിക്കാം. ശരി, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം. എനിക്ക് എന്റെ മോളെ അവൾ എന്നെ അംഗീകരിച്ചുകൊണ്ട് അടുത്ത് കിട്ടിയാൽ മാത്രം മതി.
മുത്തശ്ശി 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 അയ്യോ എന്താ എന്താ എനിക്കിത്ര സന്തോഷം എന്ന് ചോദിച്ചേ? ആ എന്താ ഞാനിന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് പാട്ടുപാടി. അതും ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ പാട്ടുപാടാൻ എന്റെ ദൈവവും ഉണ്ടായിരുന്നു. നിസ്സാര ആളൊന്നുമല്ല മുത്തശ്ശി നിൽക്കുന്നത്, സെലിബ്രിറ്റിയാ. ശ്യാമ മാഡത്തിന്റെ കൂടെയാ പാട്ട് പാടിയിരിക്കുന്നത്. സത്യമാണോ മോളെ? ശ്യാമ മാഡവും നീയും കൂടി ഒന്നിച്ചു നിന്ന് പാടിയോ? മുത്തശ്ശി, സത്യം പറഞ്ഞ ആ നടയിൽ കിടന്ന് മരിച്ച പോലെ എനിക്ക് ഒരു കുഴപ്പം തോന്നില്ലായിരുന്നു. ഇത്രയും വലിയ ഭാഗ്യം എന്നെ തേടി വരുന്ന കരുതിയിട്ടുണ്ടോ ഞാൻ? ഇതല്ല, ഇതിലും വലിയ ഭാഗ്യം തേടി വരാനുള്ള അർഹതയുണ്ട് മോക്ക്. ആ പിന്നെ മുത്തശ്ശി, എപ്പോഴും എല്ലാരും പറയാറില്ലേ എനിക്ക് ശ്യാമ മാഡത്തിന്റെ ചായ ഉണ്ടെന്ന്? ഇന്ന് അടുത്ത് വന്നപ്പോ ഞാൻ മാഡത്തിനെ തന്നെ നോക്കുമായിരുന്നു. ശരിക്കും എന്നെ പോലെ തന്നെയാ. ശരിക്കും എത്ര പേരെന്നറിയോ ഞാൻ ശ്യാമ മാഡത്തിന്റെ മോളെന്ന് കരുതി വിശേഷം ചോദിച്ചത്? ഓ, അതിനിടയില് അങ്ങനെ ഒരു കഥയുണ്ടായോ? ആ, ശ്യാമ മാഡത്തിന്റെ ഫോട്ടോസ് ഇന്റർവ്യൂസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ആ, രാധികയുടെ ഒരു ചായ ഉണ്ടെന്നുള്ളത് സത്യ എന്ന് കരുതി മകളാണെന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതെ, അത് ഈ അനാഥരായ പിള്ളേരുടെ ഒരു ശീലകൽപ്പന. കൺമുന്നിൽ കണ്ട ഒരാളെ അമ്മയാണെന്നങ്ങ് സങ്കല്പിക്കും. എളുപ്പല്ലേ? അല്ല, ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര താല്പര്യം? ശ്യാമ യഥാർത്ഥത്തിൽ രാധികയുടെ അമ്മയാണെങ്കിലോ? അങ്ങനെ സംഭവിച്ചൂടെ? പിന്നെ ഇത്രയും സമ്പന്ന സ്ഥിതിയിൽ കഴിയുന്ന ശ്യാമ മാഡം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ദേവനാരായണൻ വരുന്ന വഴിയില് അങ്ങ് കൊണ്ടുവയ്ക്കല്ലേ? എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശിയുടെ ശ്രമം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. രാധിക ശ്യാമ മേഡത്തിന്റെ മോളാണെങ്കിലേ കണിമംഗലത്ത് വന്നു കയറാൻ എളുപ്പമാണെന്ന് പറയാൻ പറ്റുമല്ലോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ശ്യാമ മാഡം ഒക്കെ വലിയ വലിയ ആൾക്കാരാ. ഇത്തരം ചീഞ്ഞ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് അത് ഈ പത്രത്തിലും ഓൺലൈനിലും ഒക്കെ വരുത്താൻ നിക്കണ്ട. നാണക്കേടാ. ആൾമാറാട്ടത്തിന് പിടിക്കപ്പെട്ടാലേ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരും. പിന്നെ ചെറിയമ്മയ്ക്ക് പിന്നെ കേസിന്റെയും ജയിലിന്റെയും ഒക്കെ കാര്യങ്ങള് നല്ല നിശ്ചയമാണല്ലോ. അല്ല, ചെറിയച്ഛൻ സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നുണ്ടേ. അല്ല, നീ ഇപ്പൊ രാധിക ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് തെളിയിക്കാൻ നടക്കാണോ? എങ്കി അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്ക്. ഞാൻ എന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കാം. മതിയോ?